ഹലോ, മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ സെഷനിൽ പറയാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ ചാപ്റ്ററിൽ എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഒറ്റ വേർഡിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാണ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി. ഇത് മുന്നേ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിനൊക്കെ വന്നിട്ടുള്ള, 1 മാർക്ക് 2 മാർക്കൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി മീൻസ് DNA undergoes replication. From DNA, mRNA is formed. Based on the information in mRNA, proteins are synthesized, അല്ലെങ്കിൽ polypeptides are synthesized. This process is called as central dogma in molecular biology. DNA സ്വന്തം കോപ്പി എടുക്കുന്ന പ്രോസസ്സിനെ റെപ്ലിക്കേഷൻ എന്നും, DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്നും, ബേസ്ഡ് ഓൺ ദി ഇൻഫർമേഷൻ ഇൻ mRNA, പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ്, ഈ പ്രോസസ്സിനെ ട്രാൻസ്ലേഷൻ എന്നും പറയുന്നു. സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്തതാണ് ഫ്രാൻസിസ് ക്രിക്ക് ഇൻ 1958. ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂക്ലിക് ആസിഡിനെ പറ്റിയാണ്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് ജെനറ്റിക് മെറ്റീരിയൽസ് ആണ്. ജെനറ്റിക് മെറ്റീരിയൽസ് ആർ ദ കെമിക്കൽസ് വിച്ച് ആർ ട്രാൻസ്ഫർ ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. ഇതൊക്കെയാണ് ഇൻഹെറിറ്റൻസിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഈ പറഞ്ഞുള്ള ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. The first nucleic acid was isolated by Frederick Miescher in 1869. Nucleic acid are of two types. One is DNA, another one is RNA. DNA expansion ആണ് deoxyribonucleic acid, RNA ribonucleic acid എന്ന് പറയുന്നത്. ഇതിനെ കമ്പയർ ചെയ്ത സമയത്ത് RNA is considered as the first genetic material and DNA is the best genetic material. RNA ഫസ്റ്റ് ജെനറ്റിക് മെറ്റീരിയലും DNA ബെസ്റ്റ് ജെനറ്റിക് മെറ്റീരിയലായി കൺസിഡർ ചെയ്യാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. RNA is a genetic material. RNA ഒരു ജനിതക വസ്തുവാണ്. RNA is an adapter molecule. അഡാപ്റ്റർ മോളിക്യൂൾ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസിന്റെ സമയത്ത് അമിനോ ആസിഡ്സിനെ റൈബോസോമിലേക്ക് ക്യാരി ചെയ്തു പോകുന്നത്, തൂക്കി വലിച്ചു കൊണ്ടുപോകുന്നത് tRNA ആണ്. സോ ഇറ്റ് ഈസ് ആൻ അഡാപ്റ്റർ മോളിക്യൂൾ. അതേപോലെ തന്നെ ഇറ്റ് സംടൈംസ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്, അതൊരു ഉൽപ്രേരകമായും പ്രവർത്തിക്കുന്നു. ഈ ഒരു ഫീച്ചേഴ്സ് കൊണ്ടാണ് ഈ RNA ഈ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ RNA സ്റ്റേബിൾ അല്ല. ഒരേ സമയത്ത് RNA പല ഡ്യൂട്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ DNA-ക്ക് ഒരേ ഒരു ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ആ ഫംഗ്ഷനാണ് ഇറ്റ് സേവ്സ് ജെനറ്റിക് ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ് പാസസ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അതുകൊണ്ട് തന്നെ ഒറ്റ ഫംഗ്ഷൻ DNA ചെയ്യുന്നത് കൊണ്ട് തന്നെ DNA സ്റ്റേബിൾ, മോർ സ്റ്റേബിൾ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് RNA. ഒരു ജെനറ്റിക് മെറ്റീരിയലിൽ ഉണ്ടാവുന്ന ആദ്യത്തെ ഉള്ള ചില ക്വാളിറ്റി, ഒരു ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവുന്ന ക്വാളിറ്റിയിൽ ഒന്നാണ് എ ജെനറ്റിക് മെറ്റീരിയൽ മസ്റ്റ് ബി കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ. സോ DNA is considered as the best genetic material. Nucleotides are the functional unit of nucleic acid. Nucleic acid ഉണ്ടാക്കിയിട്ടുള്ളത് ന്യൂക്ലിയോടൈഡ്സ് വെച്ചിട്ടാണ്. ന്യൂക്ലിയോടൈഡ്സിന് 3 കോമ്പണൻസ് ആണുള്ളത്. ഒന്നാണ് എ ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, എ ഷുഗർ മോളിക്യൂൾ ആൻഡ് നൈട്രജൻ ബേസ്. ന്യൂക്ലിയോടൈഡും ന്യൂക്ലിയോസൈഡും നമ്മുടെ ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ന്യൂക്ലിയോടൈഡിന് നമ്മൾ 3 യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്നായിരുന്നു ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഷുഗർ മോളിക്യൂൾ ആൻഡ് നൈട്രജൻ ബേസ്. പക്ഷേ ന്യൂക്ലിയോസൈഡിൽ 2 യൂണിറ്റ്സുകളാണുള്ളത്. ഒന്നാണ് ഒരു ഷുഗർ മോളിക്യൂളും മറ്റൊന്നാണ് ഒരു നൈട്രജൻ ബേസും. നമുക്കിനി DNA-യുടെ RNA-യുടെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത് DNA is double stranded. DNA-ക്ക് 2 ഇഴകളാണുള്ളത്. RNA is single stranded. RNA-ക്ക് 1 ഇഴ മാത്രമേ ഉള്ളൂ. DNA has the nitrogen base thymine. Instead of thymine, RNA ഉള്ള nitrogen base എന്ന് പറയുന്നത് യുറാസിലാണ്. DNA will not take part directly in protein synthesis. മാംസ്യ സംശ്ലേഷണത്തിന്റെ സമയത്ത് DNA നേരിട്ട് അതിൽ പങ്കെടുക്കുന്നില്ല. At the same time, RNA takes part directly in protein synthesis. മാംസ്യ സംശ്ലേഷണത്തിൽ പ്രോട്ടീൻ്റെ ഉൽപാദനത്തിൽ RNA ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കുന്നുണ്ട്. The sugar molecule of DNA is deoxyribose and the sugar molecule of RNA is ribose. Ribose sugar ആണ് RNA-യിലുള്ളത്, C5H10O5. അതേസമയത്ത് DNA-യിലുള്ള ഷുഗർ മോളിക്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിയോക്സിറൈബോസ്, C5H10O4. 2 തരത്തിലുള്ള നൈട്രജൻ ബേസസ് ആണ് ഉള്ളത്. ഒന്നാണ് പ്യൂരിൻസും മറ്റൊന്ന് പിരിമിഡിൻസും. പ്യൂരിൻസ് ഇൻക്ലൂഡ്സ് അഡിനിൻ ആൻഡ് ഗോണിൻ. At the same time, pyrimidine includes cytosine, uracil and thymine. പ്യൂരിൻ ഓൾവേസ് കറസ്പോണ്ട് പിരമിഡിൻ. അതായത് ഇപ്പോൾ DNA-യുടെ സ്ട്രാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2 പോളിന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ്സിനെ ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് ലിങ്ക് ചെയ്ത്, വീക്ക് ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് ലിങ്ക് ചെയ്ത ഒരു സ്ട്രക്ചറാണ് ഈ നമ്മുടെ DNA-ക്ക് ഉള്ളത്. അതിൽ ഒരു സ്ട്രാൻഡിൽ അഡിനിൻ ആണെങ്കിൽ അഡിനിനെ കറസ്പോണ്ടായി തൊട്ടപ്പുറത്ത് ബേസ് പെയറായി നിൽക്കുന്നത് തൈമിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് അഡിനിൻ കറസ്പോണ്ട്സ് തൈമിൻ. അതേപോലെ തൈമിനാണുള്ളതെങ്കിൽ തൊട്ടപ്പുറത്ത് അഡിനി ആയിരിക്കും. അഡിനിൻ കറസ്പോണ്ട് തൈമിൻ, തൈമിൻ കറസ്പോണ്ട് അഡിനിൻ. ഇതേപോലെയാണ് ഗോണിൻ കറസ്പോണ്ട് സൈറ്റോസിൻ ആൻഡ് സൈറ്റോസിൻ കറസ്പോണ്ട് ഗോണിൻ. വൈറസസിനെ പറ്റിയുള്ള ചില ചോദ്യങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. വൈറസസ് എന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാവുന്ന ഒരു സംഭവമാണല്ലോ കൊറോണ വൈറസ്. അപ്പോൾ വൈറസിനെ പറ്റി നമുക്ക് സംസാരിക്കാം.
വൈറസിനെ നമുക്ക് ഒരു ലിവിങ് തിങ് ആയും നോൺ ലിവിങ് തിങ് ആയും കൺസിഡർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. വൈറസ് ഈസ് ആക്ച്വലി എ ബ്രിഡ്ജ് ബിറ്റ്വീൻ എ ലിവിങ് തിങ് ആൻഡ് നോൺ ലിവിങ് തിങ്. ഒരു ജീവനില്ലാത്ത വസ്തുവിൽ നിന്നും ഒരു ജീവനില്ലാത്ത വസ്തുവും ഒരു ജീവനുള്ള വസ്തുവും തമ്മിലുള്ള ഇടയിലുള്ള ഒരു പാലമാണ് വൈറസ്. ഇങ്ങനെ കൺസിഡർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, വെൻ വൈറസ് ഈസ് അലോൺ, വൈറസ് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ നോട്ട് ഷോ എനി ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എ ലിവിങ് തിങ്. ഒരു ജീവിയുടെ യാതൊരു തരത്തിലുള്ള ഫീച്ചറും വൈറസ് കാണിക്കില്ല. ഒരു ജീവിക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. എ ലിവിങ് ഓർഗാനിസം വിൽ ഗ്രോ, എ ലിവിങ് ഓർഗാനിസം വിൽ റെസ്പോണ്ട് ഇൻ ദ ബോഡി ഓഫ് ദ ലിവിങ് ഓർഗാനിസം സെവറൽ മെറ്റബോളിക് ആക്ഷൻസ് അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആർ ടേക്കിംഗ് പ്ലേസ്. ഇങ്ങനെയുള്ള ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഉണ്ട്, ഒരുപാട് ഡിഫൈനിങ് ഫീച്ചേഴ്സ് ഉണ്ട് ഒരു ലിവിങ് ഓർഗാനിസത്തിന്. പക്ഷേ വെൻ വൈറസ് ഈസ് അലോൺ, വൈറസ് ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് ഇറ്റ് will not show any of the characteristic feature of a living thing. At the same time, when the virus invades another cell, മറ്റു സെല്ലിലേക്ക് ഇൻവൈഡ് ചെയ്യുന്ന സമയത്താണ് വൈറസ് ലിവിങ് തിങ്സിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങുന്നത്. സോ വൈറസ് ഈസ് കൺസിഡർഡ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ലിവിങ് തിങ്, നോൺ ലിവിങ് തിങ് ആൻഡ് ലിവിങ് തിങ്. വൈറസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ. ഒരു പ്രോട്ടീൻ കോട്ട് ഉണ്ട്. ആ പ്രോട്ടീൻ കോട്ടിന്റെ ഉള്ളിൽ ഒരു ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. ആ ജെനറ്റിക് മെറ്റീരിയൽ ചിലപ്പോൾ DNA ആകാം, RNA ആകാം. വൈറസിനെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് റിട്രോ വൈറസസ്. റിട്രോ വൈറസസിനെ പറ്റി മുന്നേ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. റിട്രോ വൈറസസ് ആർ ദ ക്ലാസ് ഓഫ് ദി വൈറസസ് ഹൂസ് ജെനറ്റിക് മെറ്റീരിയൽ ഈസ് RNA ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വൈറസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിട്രോ വൈറസുകൾ എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീൻസിലെ എഫക്ട് ചെയ്യുന്ന വൈറസ് റിട്രോ വൈറസിന്റെ എക്സാമ്പിളാണ് HIV-1 ആൻഡ് HIV-2. റിട്രോ വൈറസിൽ ജെനറ്റിക് മെറ്റീരിയൽ RNA ആയതുകൊണ്ട് തന്നെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കില്ല. എന്തായിരുന്നു ട്രാൻസ്ക്രിപ്ഷൻ എന്ന് നോക്കാം. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ DNA-യിൽ നിന്ന് mRNA ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ റിട്രോ വൈറസ് എന്ന് പറഞ്ഞ ഈ വൈറസിന്റെ ജെനറ്റിക് മെറ്റീരിയൽ DNA അല്ല. കാരണം DNA-യിൽ നിന്ന് എന്തില്ല, DNA ഇല്ല അവിടെ. അപ്പോൾ ഈ റിട്രോ വൈറസസിൽ പ്രത്യേകമായിട്ടുള്ളൊരു പ്രോസസ്സ് നടക്കുക. ആ പ്രോസസ്സിന്റെ പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. എന്താണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് നോക്കാം. ഈ പറഞ്ഞ റിട്രോ വൈറസിന്റെ ജെനറ്റിക് മെറ്റീരിയൽ RNA ആണ്. RNA-യിൽ നിന്ന് DNA ഫോം ചെയ്യും. ഫ്രം RNA DNA is formed. പറഞ്ഞ സാധാരണ DNA-യിൽ നിന്ന് RNA ഫോം ചെയ്യുക. പക്ഷേ ഇവിടെ RNA-യിൽ നിന്ന് DNA ഫോം ചെയ്യും. അങ്ങനെ DNA ഫോം ചെയ്ത സമയത്ത് ഈ RNA ഡീജനറേറ്റ് ചെയ്ത് നശിച്ചു പോകും. പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ DNA-യിൽ നിന്ന് വീണ്ടും mRNA ഫോം ചെയ്യുന്നു. കാരണം അത് നേരെ തിരിച്ചു സംഭവിക്കുന്നത്. RNA-യിൽ നിന്ന് DNA ഫോം ചെയ്യും, അവിടെ DNA-യിൽ നിന്ന് വീണ്ടും mRNA ഫോം ചെയ്യും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ആസ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഈ പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. നമുക്ക് DNA-യുടെ സ്ട്രക്ചറിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ സ്ക്രീനിൻ്റെ സൈഡിൽ കാണുന്നത് ഇപ്പോൾ DNA-യുടെ സ്ട്രക്ചറാണ്. DNA-യുടെ സ്ട്രക്ചറിൻ്റെ കുറച്ച് കീ ഫീച്ചേഴ്സ്, കുറച്ച് അടിപൊളി ഫീച്ചേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. Thus, DNA is a genetic material and the DNA is double stranded ആണ് നമ്മൾ പറഞ്ഞിരുന്നു. The two strands are joined by weak hydrogen bond. Weak hydrogen bond യൂസ് ചെയ്തിട്ടാണ് ഈ രണ്ട് സ്ട്രാൻഡുകളും ജോയിൻ ചെയ്തിട്ടുള്ളത്. The phosphate group is arranged outside. അതായത് ഈ പറഞ്ഞ ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പ് ഈ സ്ട്രക്ചറിന്റെ പുറത്തേക്കാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം ദ നൈട്രജൻ ബേസ് ഈസ് അറേഞ്ച് ഇൻസൈഡ്. നൈട്രജൻ ബേസ് എവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഉള്ളിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വൺ ഓഫ് ദി സ്ട്രാൻഡ്സ് സ്റ്റാർട്ട് വിത്ത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊണ്ടാണ് ഒരു സ്ട്രാൻഡ് തുടങ്ങുന്നത്. ആൻഡ് ദ സെയിം സ്ട്രാൻഡ് എൻഡ്സ് ഇൻ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് വെച്ചിട്ടാണ് എൻഡ് ചെയ്യുന്നത്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള അടുത്ത സ്ട്രാൻഡ് തുടങ്ങുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ കൊണ്ടും എൻഡ് ചെയ്യുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞതിന് അർത്ഥം എങ്ങനെയാണ്, ഒരു സ്ട്രാൻഡ് നേരെയായിരിക്കും, മറ്റൊരു സ്ട്രാൻഡ് തലകുത്തനെയായിരിക്കും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പുള്ള എൻഡിനെ നമ്മൾ 5' എൻഡ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുള്ള എൻഡിനെ നമ്മൾ 3' എൻഡ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇപ്പോൾ രണ്ട് സ്ട്രാൻഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു സ്ട്രാൻഡ് 5' 3'ഉം മറ്റേ സ്ട്രാൻഡ് 3' 5'ഉം ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു സ്ട്രാൻഡ് നേരെയായിരിക്കും, ഒരു സ്ട്രാൻഡ് തല തിരിഞ്ഞിട്ടുള്ളതായിരിക്കും. ഈ ഒരു അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് ആന്റി പാരലൽ. ദ സ്ട്രാൻഡ്സ് ഓഫ് DNA ആർ അറേഞ്ച്ഡ് ഇൻ ആന്റി പാരലൽ പൊളാരിറ്റി. ഒരു ആന്റി പാരലൽ പൊളാരിറ്റിയിലാണ് ഈ സ്ട്രാൻഡ്സ് അറേഞ്ച് ചെയ്യുന്നത്. കാരണം 5' 3', 3' 5' അറേഞ്ച്മെന്റ് ആണ് ഉള്ളത്. ദ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ബൈൻഡ്സ് വിത്ത് ദ ഷുഗർ മോളിക്യൂൾ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഷുഗർ മോളിക്യൂളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബോണ്ടിന്റെ പേരാണ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട്. The sugar molecule linked to nitrogen bases by means of a linkage called as N-glycosidic linkage. N-glycosidic linkage എന്ന് പറഞ്ഞ ലിങ്കേജ് കൊണ്ടാണ് ഷുഗർ മോളിക്യൂൾ നൈട്രജൻ ബേസിനോട് ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 4 തരത്തിലുള്ള നൈട്രജൻ ബേസുകളാണ് DNA-യുടെ സ്ട്രക്ചറിലാണ്. വൺ ഈസ് അഡിനിൻ, തൈമിൻ, ഗോണിൻ ആൻഡ് സൈറ്റോസിൻ. ഒരു സ്റ്റാൻഡിൽ അഡിനിൻ കറസ്പോണ്ട് തൈമിൻ എന്ന് പറഞ്ഞു, തൈമിൻ കറസ്പോണ്ട് അഡിനിൻ, ഗോണിൻ കറസ്പോണ്ട് സൈറ്റോസിൻ ആൻഡ് സൈറ്റോസിൻ കറസ്പോണ്ട് ഗോണിൻ. മാത്രമല്ല അഡിനിൻ ആൻഡ് തൈമിൻ ഈസ് ലിങ്ക്ഡ് ബൈ മീൻസ് ഓഫ്
double hydrogen bond. It's very important. Adenine and thymine is linked by means of double hydrogen bond. Guanine and cytosine is linked by means of triple hydrogen bond. Adenine thymine double hydrogen bond കൊണ്ടും guanine cytosine triple hydrogen bond കൊണ്ടാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. The diameter of the structure is 20 angstrom. ഈ രണ്ട് സ്റ്റാൻഡിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 angstrom ആണ്. The distance between two adjacent nucleotides, രണ്ട് തൊട്ടടുത്ത ന്യൂക്ലിയോടൈഡ്സിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.4 angstrom ആണ്. The radius of this structure is 10 angstrom. Diameter 20 ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് 10 angstrom ആയിരിക്കും. ഒരു ന്യൂക്ലിയോടൈഡ് കഴിഞ്ഞ് അടുത്ത ന്യൂക്ലിയോടൈഡ് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു ചെരിവുണ്ട് അവിടെ. ആ ചെരിവ് എന്ന് പറയുന്നത് 36 ഡിഗ്രിയുള്ള ചെരിവാണ്. ഓരോ താഴോട്ട് പോകുന്ന സമയത്ത് ഓരോ ന്യൂക്ലിയോടൈഡ് കഴിഞ്ഞ് താഴോട്ടേക്ക് പോകുമ്പോഴും 36 ഡിഗ്രി ഇങ്ങനെ ചെരിവുണ്ട്. ദാറ്റ് മീൻസ് 10 ന്യൂക്ലിയോടൈഡുകൾ അറേഞ്ച് ചെയ്യുന്ന സമയത്തേക്കും ഈ സ്ട്രക്ചർ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് DNA സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആയത്, ചുറ്റുഗോവണിയുടെ ആകൃതിയുള്ള സ്ട്രക്ചറായിട്ട്. This structure was proposed by James Watson and Francis Crick in 1953 by means of X-ray diffraction technology. X-ray diffraction technology കൊണ്ടാണ് ഇതിൻ്റെ DNA സ്ട്രക്ചർ ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സണും എന്ത് ചെയ്തു അവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. Bond between phosphate group അല്ലെങ്കിൽ the bond between phosphoric acid and nitrogen base, the bond between the phosphoric acid group and sugar molecule is considered as the backbone of the structure. ഈ സ്ട്രക്ചറിന്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ഗ്രൂപ്പും ഷുഗർ മോളിക്യൂളും തമ്മിലുള്ള ബോണ്ടാണ്. അതാണ് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പാർട്ട് ഫ്രം ദിസ്, ഇത് കൂടാതെ വൺ നൈട്രജൻ ബേസ് സ്റ്റാക്സ് ഓവർ ദി അതർ, ഒരു നൈട്രജൻ ബേസ് മറ്റൊരു നൈട്രജൻ ബേസിന്റെ ഉള്ളിൽ തറഞ്ഞു കിടക്കും. സ്റ്റാക്സ് ഓവർ ദി അതർ വിച്ച് പ്രൊവൈഡ്സ് അഡീഷണൽ സ്റ്റെബിലിറ്റി ഫോർ ദി സ്ട്രക്ചർ. ഇങ്ങനെ കയറി കിടക്കുന്നത് കൊണ്ട് ഇവർക്കൊരു അഡീഷണൽ സ്റ്റെബിലിറ്റി കിട്ടുന്നതായിരിക്കും. എക്സാമിന് പല പ്രാവശ്യം വന്നിട്ടുള്ള ചോദ്യമാണ് എങ്ങനെയാണ് DNA ഒരു പ്രോകാരിയോട്ടിക് സെല്ലിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നോക്കാം എന്താണ് പ്രോകാരിയോട്സ്. പ്രോകാരിയോട്സ് ആർ ദി ഓർഗാനിസം വിത്തൗട്ട് എ ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ജീവികളെയാണ് നമ്മൾ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സെർട്ടൈൻ ബാക്ടീരിയാസ് ഒക്കെ പ്രോകാരിയോട്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഈക്കോളൈ എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയയുടെ ബോഡിയിൽ എങ്ങനെയാണ് DNA അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. DNAയുടെ ചാർജ് നെഗറ്റീവ് ആണ്. ഐ റിപ്പീറ്റ്, ദ ചാർജ് ഓഫ് DNA ഇസ് നെഗറ്റീവ്. ഈക്കോളൈ എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ സെല്ലിൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ല. ഇപ്പോൾ സാധാരണയായിട്ട് ഈ DNA കണ്ടുവരുന്നത് യുക്കാരിയോട്സിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ, ക്രോമസോമിൻ്റെ ഉള്ളിലാണ് DNA കാണപ്പെടുന്നത്. പക്ഷേ ഇവിടെ കറക്റ്റായിട്ടുള്ളൊരു ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും ന്യൂക്ലിയസ് ഈ DNA എന്ന് പറയുന്നത് ഇതിൻ്റെ സെല്ലിൽ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്. ബട്ട് ദ DNA ഈസ് നോട്ട് സ്കാറ്റേർഡ് ത്രൂ ഔട്ട് ദി സെൽ. The DNA is seen along with some positively charged protein. DNAയുടെ ചാർജ് നെഗറ്റീവ് ആണ്. ആ സെല്ലിലുള്ള ചില പ്രോട്ടീൻസിൻ്റെ ചാർജ് പോസിറ്റീവ് ആണ്. The DNA is seen along with the negatively charged protein in a region called as nucleoid. Nucleoid എന്ന് പറഞ്ഞ റീജിയനിലാണ് പ്രോകാരിയോട്സിൻ്റെ സെല്ലിൽ DNA നമുക്ക് കാണപ്പെടുന്നത്. It's a very important question. I repeat. In prokaryotes, example was E. coli bacteria. The DNA is not scattered throughout the cell. The charge of DNA is negative. The DNA is seen along with some positively charged proteins in the cell in a region called as nucleoid. നമുക്ക് യൂക്കാരിയോട്സിൻ്റെ സെൽസിൽ എങ്ങനെയാണ് DNA അറേഞ്ച് ചെയ്തത് നമുക്ക് നോക്കാം. യൂക്കാരിയോട്സ് ആർ ദി ഓർഗാനിസം ഹാവിംഗ് ഡെഫിനിറ്റ് ന്യൂക്ലിയസ്. വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള ജീവികളാണ് യൂക്കാരിയോട്സ്. അതുകൊണ്ട് തന്നെ യൂക്കാരിയോട്സിൻ്റെ സെല്ലിൽ DNA അറേഞ്ച് ചെയ്തത് ഇറ്റ്സ് മച്ച് മോർ കോംപ്ലക്സ് ദാൻ ദാറ്റ് ഓഫ് പ്രോകാരിയോട്സ്. പ്രോകാരിയോട്സിനെക്കാട്ടും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് യൂക്കാരിയോട്സ് ഉണ്ടാക്കുക. യൂക്കാരിയോട്സിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ there is a special type of basic protein, positively charged basic protein called as histone. ഈ ഹിസ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ they joins to form a unit of 8 histone. 8 പ്രോട്ടീൻ മോളിക്യൂൾ കൂടി ചേർന്ന് ഒരു സ്ട്രക്ചറിനെ ഫോം ചെയ്യും. ആ സ്ട്രക്ചറിൻ്റെ പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. അപ്പോൾ ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന് പോസിറ്റീവ് ചാർജാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞത് DNA ചാർജ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവാണ്. അപ്പോൾ ഇൻ യൂക്കാരിയോട്ടിക് സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ദ ഹിസ്റ്റോൺ ഒക്ടാമർ ഈസ് ഫോംഡ്. ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഫോം ചെയ്തത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ദർ ആർ എ സെറ്റ് ഓഫ് ബേസിക് പ്രോട്ടീൻ പോസിറ്റീവ്ലി ചാർജ് ബേസിക് പ്രോട്ടീൻ്റെ ഒരു സെറ്റുണ്ട്. ഇവരൊക്കെ ഓർഗനൈസ് ചെയ്ത് ഒരു 8
8 പ്രോട്ടീൻ മോളിക്യൂൾ കൂടുന്ന ഒരു സ്ട്രക്ചറായി മാറും. ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഈ ഹിസ്റ്റോൺ ഒക്ടാമറിന് ചുറ്റുമാണ് DNA അറേഞ്ച് ചെയ്തിരിക്കുന്നത്. The DNA is wrapped around. The DNA is wrapped around. I repeat, the DNA is wrapped around this histone octamer. ഇങ്ങനെയാണ് യൂകാരിയോട്ടിക് സെല്ലിൽ DNA അറേഞ്ച്മെന്റ് നടത്തിയിട്ടുള്ളത്. ആൻഡ് ദിസ് ഈസ് സീൻ ഇൻ എ റീജിയൻ കോൾഡ് ആസ് ന്യൂക്ലിയോസോം. അപ്പോൾ നേരത്തെ പ്രോകാരിയോട്ടിൽ നമ്മൾ പറഞ്ഞ ന്യൂക്ലിയോയിഡ്, ഇവിടെ നമ്മൾ പറയുന്ന ആ റീജിയൻ്റെ പേരാണ് ന്യൂക്ലിയോസോം. ഇത് പല പ്രാവശ്യം എക്സാമിനേഷൻ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദ അറേഞ്ച്മെന്റ് ഓഫ് DNA ഇൻ പ്രോകാരിയോട്ടിക് സെൽ ആൻഡ് യൂകാരിയോട്ടിക് സെൽ. ന്യൂക്ലിയോസോമിൻ്റെ അടുത്ത് തന്നെ കാണുന്ന ത്രെഡ് ലൈക്ക് റിപ്പീറ്റിംഗ് യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് ക്രോമാറ്റിൻ. 2 types of chromatins are there. One is euchromatin and heterochromatin. ഈ ന്യൂക്ലിയോസോമും ക്രൊമാറ്റിനും കൂടിച്ചേരുന്ന ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് ബീഡ്സ് ഓൺ എ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിൽ മുത്ത് കോർത്തതുപോലെ, ഒരു നൂലിൽ മുത്ത് കോർത്തതുപോലെയുള്ള ഒരു അപ്പിയറൻസ് ആണ് ഇതിനുണ്ടാകുന്നത്. 2 types of chromatins are there. One is euchromatin and heterochromatin. യൂക്രോമാറ്റിൻ്റെയും ഹെട്രോക്രോമാറ്റിൻ്റെയും ഡിഫറൻസ് പലപ്പോഴും എക്സാമിനേഷന് ചോദിച്ചായിരിക്കുന്നത്. Now let us discuss what are the difference between a euchromatin and heterochromatin. യൂക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലൂസ്ലി പാക്ഡ്. അത് ടൈറ്റ് ആയിട്ടല്ല, അത് വളരെ ലൂസായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് യൂക്രോമാറ്റിൻ ഉള്ളത്. അത് ഈസ് ലൈറ്റ്ലി സ്റ്റെയിൻഡ്, വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ്, ലൈറ്റ്ലി സ്റ്റെയിൻഡ് ആണ്. ആൻഡ് ദിസ് യൂക്രോമാറ്റിൻ ഈസ് ട്രാൻസ്ക്രിപ്ഷനലി ആക്റ്റീവ് ക്രോമാറ്റിൻ. അതായത് ട്രാൻസ്ക്രിപ്ഷന് വേണ്ടിയാണ് DNA നിന്ന് mRNA ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത്. ട്രാൻസ്ക്രിപ്ഷനിൽ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ട് വഹിക്കുന്നിട്ടുള്ള ക്രോമാറ്റിനാണ് യൂക്രോമാറ്റിൻ എന്ന് പറയുന്നത്. അതേസമയത്തിന് ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെൻസ്ലി പാക്ഡ്, വളരെ ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്ത് അടുത്തടുത്ത് പാക്ക് ഇറ്റ് ഈസ് ഡെൻസ്ലി പാക്ഡ്, ഡാർക്ക്ലി സ്റ്റെയിൻ, വളരെ ഡാർക്കായി സ്റ്റെയിൻ ചെയ്യപ്പെട്ടുള്ള ക്രോമാറ്റിനാണ് ഹെട്രോക്രോമാറ്റിൻ. ആൻഡ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ഹെട്രോക്രോമാറ്റിൻ ഈസ് ട്രാൻസ്ക്രിപ്ഷനലി ഇനാക്റ്റീവ്. ജനറ്റിക് മെറ്റീരിയൽ ഏതാണ്? DNA ആണോ, RNA ആണോ, പ്രോട്ടീൻസ് ആണോ എന്നൊക്കെ ആളുകൾക്ക് അറിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ജനറ്റിക് മെറ്റീരിയൽ ഏതാണെന്ന് അറിയാൻ വേണ്ടി ചില സയൻറ്റിസ്റ്റുകൾ നടത്തിയ എക്സ്പെരിമെൻറ്റ്സ് വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അങ്ങനെയുള്ള ചില എക്സ്പെരിമെൻറ്റ്സിനെ പറ്റിയാണ് നമ്മൾ ഇനി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി ആർ നൗ ഗോയിങ് ടു ഡിസ്കസ് സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ടഡ് ബൈ സർട്ടൻ സയൻറ്റിസ്റ്റ് ഹു വാസ് ഇൻ സെർച്ച് ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ, ദ സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ. ഇങ്ങനെയുള്ള എക്സ്പെരിമെൻ്റ് അറിയുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ടത് ഫെഡറിക് ഗ്രിഫിത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ. ഫെഡറിക് ഗ്രിഫിത്ത് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഡൺ ദിസ് എക്സ്പെരിമെൻറ്റ് ഇൻ 1928 ഇൻ ഓർഡർ ടു നോ വിച്ച് ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. നമുക്ക് നോക്കാം എന്താണ് ആ എക്സ്പെരിമെൻ്റ് എന്ന്. ഫെഡറിക് ഗ്രിഫിത്ത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂമോണിയ എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ പാത്തജനായിട്ടുള്ള ബാക്ടീരിയയിൽ നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ. അദ്ദേഹം സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞ ഈ ബാക്ടീരിയയെ ഒരു കൾച്ചർ മീഡിയത്തിൽ ഗ്രോ ചെയ്യിച്ചു. ഈ കൾച്ചർ മീഡിയത്തിൽ ഗ്രോ ചെയ്ത സമയത്ത് അദ്ദേഹം ഒബ്സർവ് ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. ദിസ് ബാക്ടീരിയ പ്രൊഡ്യൂസ്ഡ് 2 different കോളനീസ് ഇൻ ദിസ് കൾച്ചർ മീഡിയം. അദ്ദേഹം അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൾച്ചർ മീഡിയത്തിൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറഞ്ഞ ഡിസീസ് കോസ് ചെയ്യുന്ന ന്യൂമോണിയ എന്ന് പറഞ്ഞ ഡിസീസിൻ്റെ പാത്തജനായിട്ടുള്ള ഈ ബാക്ടീരിയ 2 കോളനികളെ കൾച്ചർ മീഡിയത്തിൽ ഉണ്ടാക്കി. വൺ കോളനി വാസ് സ്മൂത്ത് ആൻഡ് ഷൈനിങ് കോളനി. ഒരു കോളനി എന്ന് പറയുന്നത് വളരെ സ്മൂത്തും വളരെ തിളക്കമാർന്നുള്ള ഒരു കോളനിയായിരുന്നു. അറ്റ് ദ സെയിം ടൈം മറ്റേ കോളനിയെ ഒബ്സർവ് ചെയ്തപ്പോൾ ഹി ഫൗണ്ട് ദാറ്റ് ഇറ്റ് വാസ് എ റഫ് കോളനി. അത് വളരെ റഫായിട്ടുള്ള കോളനിയായിരുന്നു. സ്മൂത്ത് കോളനി ഫോം ചെയ്ത ബാക്ടീരിയ അദ്ദേഹത്തെ എസ്ട്രെയിൻ ബാക്ടീരിയ എന്നും റഫ് കോളനി ഫോം ചെയ്ത ബാക്ടീരിയത്തെ അദ്ദേഹം ആർസ്ട്രെയിൻ ബാക്ടീരിയ എന്നും വിളിച്ചു. The only difference between the estrain bacteria and R-strain bacteria is the presence and absence of a പോളിസാക്കറൈഡ് മ്യൂക്കസ് കോട്ട്. എസ്ട്രെയിൻ ബാക്ടീരിയക്ക് പോളിസാക്കറൈഡിൻ്റെ ഒരു മ്യൂക്കസ് കോട്ട് ഉണ്ടായിരുന്നു. എസ്ട്രെയിൻ ബാക്ടീരിയ possess a polysaccharide mucus coat. At the same time, the R-strain bacteria lacks that polysaccharide mucus coat, and due to the presence of this polysaccharide mucus coat, the estrain bacteria, the colonies made by estrain bacteria appear smooth and shiny. At the same time, due to the lack of this polysaccharide mucus coat, the R-strain bacteria ഉണ്ടാക്കിയ കോളനി എന്ന് പറയുന്നത് റഫായി അപ്പിയർ ചെയ്തു. നോക്കാം എന്താണ് ഈ എക്സ്പെരിമെൻസിൻ്റെ സ്റ്റെപ്സ് എന്ന്. ഫെഡറിക് ഗ്രിഫിത്ത് ഒരു എലിയെ പിടിച്ചു. എന്നിട്ട് ആ എലിയിൽ എസ്ട്രെയിൻ ബാക്ടീരിയ കുത്തിവെച്ചു. എസ്ട്രെയിൻ ബാക്ടീരിയ എലിയിൽ കുത്തിവെച്ചപ്പോൾ അദ്ദേഹം ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എലി ചത്തുപോയി. ദ മൈസ് ഡൈഡ്.
അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, എസ്ട്രെയിൻ ബാക്ടീരിയ എന്ന് പറയുന്നത് പാത്തജൻ ആയിട്ടുള്ള ബാക്ടീരിയ തന്നെയാണ്. ഇറ്റ് ഈസ് വിറുലൻറ്റ്. വിറുലൻ എന്ന് പറഞ്ഞാൽ ഡെത്ത് കോസിങ് അല്ലെങ്കിൽ എക്സ്ട്രീം കണ്ടീഷൻ കോസ് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മളെന്ന് പറയുന്നത് വിറുലൻ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് 1 ഐ എക്സ്പ്ലെയിൻ. അദ്ദേഹം ഒരു മൈസിന്, ഒരു എലിയെ പിടിച്ചു. ഹി ഇഞ്ചക്റ്റഡ് എസ്ട്രെയിൻ ബാക്ടീരിയ ഇൻ ടു ദറ്റ് മൈസ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒബ്സർവ് ചെയ്ത കാര്യം, ആ എലി ചത്തുപോയി. അതിൽ നിന്ന് അയാൾ കൺക്ലൂഡ് ചെയ്തു ദിസ് എസ്ട്രെയിൻ ബാക്ടീരിയ വാസ് വിറുലൻറ്റ്. വിറുലൻ എന്ന് പറഞ്ഞാൽ ഡെത്ത് കോസിങ് ആണെന്ന് അയാൾ കൺക്ലൂഡ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ആർസ്ട്രെയിൻ ബാക്ടീരിയയെ മറ്റൊരു മൈസിൽ ഇഞ്ചക്ട് ചെയ്തു. എന്നിട്ട് അയാൾ ഒബ്സർവ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആർസ്ട്രെയിൻ ബാക്ടീരിയയെ ഇഞ്ചക്ട് ചെയ്ത സമയത്ത് എലി ജീവിച്ചു. ദാറ്റ് മീൻസ് മൈസ് വാസ് അലൈവ്. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ആർസ്ട്രെയിൻ ബാക്ടീരിയ എന്ന് പറയുന്നത് വിറുലൻ സ്വഭാവക്കാരനല്ല, അത് ഡെത്ത് കോസിങ് ചെയ്യുന്ന സ്വഭാവത്തെ എസ്ട്രെയിൻ ബാക്ടീരിയ ആണ് ആക്ച്വലി വിറുലൻ്റ് ആണെന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം എസ്ട്രെയിൻ ബാക്ടീരിയയെ ഹീറ്റ് കിൽ ചെയ്തു. അതായത് കുറച്ച് ഹീറ്റ് അപ്ലൈ ചെയ്തു. ഒരു 80 ഡിഗ്രി സെൽഷ്യസ് അപ്ലൈ ചെയ്തപ്പോൾ ഈ എസ്ട്രെയിൻ ബാക്ടീരിയ ഹീറ്റ് കിൽഡായി പോയി, നശിച്ചുപോയി. ആ ഹീറ്റ് കിൽഡ് ബാക്ടീരിയയെ അദ്ദേഹം മറ്റൊരു ഏരിയയിലേക്ക് കുത്തിവെച്ചു. എന്നിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് ആയിരുന്നു ഈ പ്രാവശ്യം എലി ജീവിച്ചു. ദ മൈസ് ലിവ്ഡ്. അപ്പോൾ എസ്ട്രെയിൻ ബാക്ടീരിയ വെറുതെ കുത്തിവെച്ചപ്പോൾ ഇറ്റ് പ്രൊഡ്യൂസ് ദ ഡെത്ത് ഓഫ് ദി മൈസ്. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ എസ്ട്രെയിൻ ബാക്ടീരിയയെ ഹീറ്റ് കിൽ ചെയ്ത് ഇഞ്ചക്ട് ചെയ്തപ്പോൾ ആ എലി ജീവിച്ചു. ആ സമയത്ത് എസ്ട്രെയിൻ ബാക്ടീരിയ എന്ന് പറയുന്നത് വിറുലൻ്റ് അല്ലായിരുന്നു. ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയ എന്ന് പറയുന്നത് വിറുലൻ്റ് അല്ലായിരുന്നു. അടുത്ത സ്റ്റെപ്പിൽ അദ്ദേഹം ഒരു ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയയുടെയും ലൈവ് ആർസ്ട്രെയിൻ ബാക്ടീരിയയുടെ ഒരു മിക്സർ ഉണ്ടാക്കി. കാരണം ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയയും ലൈവ് ആർസ്ട്രെയിൻ ബാക്ടീരിയയുടെ ഒരു മിക്സർ ഉണ്ടാക്കി. ഇതിനെ ഇൻഡിവിജ്വലായി കുത്തിവെച്ചപ്പോൾ എസ്ട്രെയിൻ ബാക്ടീരിയ ഹീറ്റ് കിൽഡ് വെറുതെ കുത്തിവെച്ചപ്പോൾ എലി ജീവിച്ചിരുന്നു. ആ ജീവനുള്ള ആർസ്ട്രെയിൻ ബാക്ടീരിയ ഇഞ്ചക്ട് ചെയ്തപ്പോൾ എലി ജീവിച്ചിരുന്നു. പക്ഷെ അതേസമയത്ത് ഇവർ രണ്ടാളും ഇവരുടെ മിക്സ്ചർ എടുത്തു. എസ്ട്രെയിൻ ബാക്ടീരിയ ഹീറ്റ് കിൽഡ് പ്ലസ് ആർസ്ട്രെയിൻ ബാക്ടീരിയ ലൈവ്. അതിൻ്റെ മിക്സ്ചർ ഒരു എലിയെ ഇഞ്ചക്ട് ചെയ്ത സമയത്ത് എലി എന്ന് പറയുന്നത് എലി ചത്തുപോയി. മൈസ് ഡൈഡ്. ഇവർ ഇൻഡിവിജ്വലി കുത്തിവെച്ചപ്പോൾ എലി ചത്തുപോയിട്ടില്ലായിരുന്നു. പക്ഷെ ഇവിടെ കൂടിച്ചേർത്ത് ഒരു മിക്സറാക്കി കുത്തിവെച്ചപ്പോൾ എലി ചത്തുപോയി. പക്ഷേ ഇതിൽ രസമുള്ള കാര്യം എന്ന് വെച്ചാൽ ചത്തുപോയ എലിയുടെ ബോഡി എടുത്തപ്പോൾ ആ ബോഡിയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റിയത് ലൈവ് എസ്ട്രെയിൻ ബാക്ടീരിയ ആണ്, ജീവനുള്ള എസ്ട്രെയിൻ ബാക്ടീരിയ ആണ്. പക്ഷേ ആ എലിയിൽ ജീവനുള്ള എസ്ട്രെയിൻ ബാക്ടീരിയ കുത്തിവെച്ചതേ ഇല്ല. ഓൺലി ഹീറ്റ് കിൽഡ് ചത്തുപോയിട്ടുള്ള എസ്ട്രെയിൻ ബാക്ടീരിയ കുത്തിവെച്ചിട്ടുള്ളൂ. ജീവനുള്ള ആർസ്ട്രെയിൻ ബാക്ടീരിയയാണ് കുത്തിവെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള എലി ചത്തുപോയപ്പോൾ ആ എലിയുടെ ബോഡി റിക്കവർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ലൈവ് എസ്ട്രെയിൻ ബാക്ടീരിയ. ഇതിൽ നിന്നാണ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത് ഇവിടെ എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ടുണ്ട്. എസ്ട്രെയിൻ ബാക്ടീരിയ എന്ന് പറയുന്നത് വിറുലൻ്റ് ആണ്, ഡെത്ത് കോസിംഗ് ആണ്. ജീവനുള്ള എസ്ട്രെയിൻ ബാക്ടീരിയ എന്ന് പറയുന്നത് വിറുലൻ്റ് ആണ്. ഈ എലിയിൽ ജീവനുള്ള എസ്ട്രെയിൻ ബാക്ടീരിയ വെച്ചിട്ടില്ല. പക്ഷേ നമുക്ക് റിക്കവർ ചെയ്തപ്പോൾ ജീവനുള്ള എസ്ട്രെയിൻ ബാക്ടീരിയ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൺക്ലൂഷൻ എങ്ങനെയായിരുന്നു? ദ ഓൺലി ഡിഫറൻസ് ബിറ്റ്വീൻ എസ്ട്രെയിൻ ബാക്ടീരിയ ആൻഡ് ആർസ്ട്രെയിൻ ബാക്ടീരിയ ഈസ് ദ പ്രസൻസ് ഓഫ് ദ പോളിമ്യൂക്കസ് കോട്ട്. പോളിസാക്കറൈഡ് കോട്ടിൻ്റെ പ്രസൻസ് ആയിരുന്നു. പോളിസാക്കറൈഡ് കോട്ട് ഉള്ള ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ എസ്ട്രെയിനായി, സ്മൂത്ത് ആൻഡ് ഷൈനിയായി. പോളിസാക്കറൈഡ് മ്യൂക്കസ് കോട്ട് ഇല്ലാത്ത ബാക്ടീരിയ റഫായി മാറി. അതേസമയത്ത് ഇത് എലിയുടെ ബോഡിയിൽ നിന്ന് ഓൾറെഡി എസ്ട്രെയിൻ ബാക്ടീരിയ ചത്ത് കിടക്കുകയായിരുന്നു. ആർസ്ട്രെയിൻ ബാക്ടീരിയ ജീവനോടുണ്ടായിരുന്നു. ഈ ചത്ത ബാക്ടീരിയക്ക് എന്തിനാ കോട്ട്? ഈ എസ്ട്രെയിൻ ബാക്ടീരിയയുടെ കോട്ട് ആരെടുത്തു? ആർസ്ട്രെയിൻ ബാക്ടീരിയ എടുത്തു. And as a result, the arstrain bacteria gets converted into estrine bacteria. Either estrine bacteria, live estrine bacteria. This is called as transformation principle. Avery, McLeod, McCarthy എന്നീ മൂന്നാളുകൾ they extracted the DNA from heat killed estrine bacteria. ഈ heat killed estrine bacteria നിന്ന് DNA ഇവർ എക്സ്ട്രാക്ട് ചെയ്തു. ഇവരാണ് ശരിക്കും കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത് എസ്ട്രെയിൻ ബാക്ടീരിയയിലെ ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയയിലെ DNA ലൈവ് ആർസ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് പാസ് ചെയ്തപ്പോഴാണ് ലൈവ് ആർസ്ട്രെയിൻ ബാക്ടീരിയ എന്ന് പറയുന്ന ലൈവ് എസ്ട്രെയിൻ ബാക്ടീരിയയായി മാറിയെന്ന് കൺക്ലൂഡ് ചെയ്ത ആളുകളാണ് ഈ മൂന്നാമത്. ദേ ഡിഡ് ദ സെയിം എക്സ്പെരിമെൻറ്റ്. ഈ ഫെഡറിക് ഗിബ്സ് നടത്തിയിട്ടുള്ള അതേ എക്സ്പെരിമെൻറ്റ് അവർ ചെയ്തപ്പോൾ അവർ 3 എൻസൈംസ് യൂസ് ചെയ്തിരുന്നു. 1 എൻസൈം വാസ് DNA. DNA എന്ന് പറഞ്ഞാൽ DNA ഡൈജസ്റ്റിംഗ് എൻസൈം ആയിരുന്നു. RNAs ഉപയോഗിച്ചിരുന്നു. RNA ഡൈജസ്റ്റിംഗ് എൻസൈം ആൻഡ് പ്രോട്ടിയേസസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ്. DNAസും RNAസും പ്രോട്ടിയേസും ഈ 3 എൻസൈംസ് യൂസ് ചെയ്തിട്ട് ഇവർ ഇതേ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തു. അങ്ങനെ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ RNAs എന്ന് പറഞ്ഞ എൻസൈം യൂസ് ചെയ്തപ്പോൾ അത് ഒരിക്കലും RNAs എന്ന് പറഞ്ഞിട്ടുള്ള ഈ എൻസൈം യൂസ് ചെയ്തപ്പോൾ RNA ഒക്കെ നശിച്ചു പോയി.
RNA നശിച്ചു പോയിട്ടും ഈ ട്രാൻസ്ഫോർമേഷൻ അത് അഫക്റ്റ് ചെയ്തില്ല. സോ ദേ കൺക്ലൂഡ് ദാറ്റ് RNA ഈസ് നോട്ട് ദ ജനറ്റിക് മെറ്റീരിയൽ. പിന്നീട് അവർ ഉപയോഗിച്ചിട്ടുള്ള എൻസൈം ആയിരുന്നു പ്രോട്ടിയേസസ്. ആ പ്രോട്ടിയേസസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈം യൂസ് ചെയ്തപ്പോൾ ഇവിടെ പ്രോട്ടീൻസ് ഒക്കെ നശിച്ചു പോയി. പ്രോട്ടീൻസ് നശിച്ചു പോയപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിളിനെ എഫക്റ്റ് ചെയ്തായിട്ട് ഇവർ കണ്ടെത്തിയില്ല. പക്ഷേ വെൻ ദേ യൂസ് ദി എൻസൈം DNA എന്ന് പറഞ്ഞ സെൻസ് ചെയ്തപ്പോൾ അവരുടെ DNA നശിച്ചു പോവുകയും DNA നശിച്ചു പോയത് ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിളിനെ എഫക്റ്റ് ചെയ്യുകയും ട്രാൻസ്ഫോർമേഷൻ പ്രിൻസിപ്പിൾ നടക്കാതിരിക്കുകയും ചെയ്തപ്പോൾ these three scientists concluded that DNA is the genetic material. ഇത്രയൊക്കെ ചെയ്തിട്ടും പല ബയോളജിസ്റ്റുകൾക്കും ഇപ്പോഴും കൺവിൻസ്ഡ് ഇല്ലായിരുന്നു DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന്. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പെർഫെക്റ്റായി കൺവിൻസ് ചെയ്തത് ആൽഫ്രഡ് ഹഷി ആൻഡ് മാർത്ത ചേസ് 1958 ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ്സിൻ്റെ ബേസിലാണ്. ഈ എക്സ്പെരിമെൻറ്റിനെ പറയുന്ന പേരാണ് ബ്ലെൻഡേഴ്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നു. ദിസ് എക്സ്പെരിമെൻറ്റ് വാസ് കണ്ടക്റ്റഡ് ഇൻ ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ബാക്ടീരിയ ആണ്. പക്ഷേ ഈ പേര് കൺഫ്യൂസിംഗ് ആണ്. ബാക്ടീരിയോഫേജ് ഈസ് ആക്ച്വലി എ വൈറസ്. ദ വൈറസ് വിച്ച് എഫക്ട്സ് ബാക്ടീരിയ ഈസ് കോൾഡ് ബാക്ടീരിയോഫേജ്. ഈ എക്സ്പെരിമെൻ്റ് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒരു ബാക്ടീരിയോഫേജിൻ്റെ സ്ട്രക്ചർ അറിയണം. നമുക്ക് നോക്കാം എന്താണ് ഒരു ബാക്ടീരിയോഫേജിൻ്റെ സ്ട്രക്ചർ, എങ്ങനെയായിരിക്കും ഒരു ബാക്ടീരിയോഫേജിൻ്റെ സ്ട്രക്ചർ എന്ന്. ബാക്ടീരിയോഫേജിൻ്റെ സ്ട്രക്ചറിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ബാക്ടീരിയോഫേജ് ഈസ് ആക്ച്വലി വൈറസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഒരു വൈറസ് ആണ്. ഇറ്റ് ഹാസ് 3 ഡിസ്റ്റിങ്ക്റ്റ് റീജിയൻ, 3 വ്യത്യസ്ത ഭാഗങ്ങളുള്ളത്. ഒന്നാണ് ക്യാപ്സ്യൂൾ, മറ്റൊന്നാണ് കോളർ, മറ്റൊന്നാണ് ഫേജ് ടെയിൽ. ബാക്ടീരിയോഫേജ് പോസസ് എ പ്രോട്ടീൻ കോട്ട്. ഈ പ്രോട്ടീൻ കോട്ടിൻ്റെ ഉള്ളിലായിരിക്കും ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാകുന്നത്. ജനറ്റിക് മെറ്റീരിയൽ ഈസ് DNA. ഈ ബാക്ടീരിയോഫേജിന് ഏകദേശം നടക്കാനുള്ള 8 കാലുകളെ പോലെ ഒരു കാലുണ്ട്. അതായത് ഇതിൻ്റെ മറ്റൊരു സെല്ലിന് മുകളിൽ ഇൻവൈഡ് ചെയ്ത് ഇവിടെ ഒരു സ്പൈക്ക് ഉണ്ട്. ആ സ്പൈക്ക് വെച്ച് അതിനെ ഇഞ്ചെക്ട് ചെയ്ത് ആ സെല്ലിൻ്റെ ഉള്ളിലേക്ക് തന്നെ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയാണ് ബാക്ടീരിയോഫേജിനുള്ളത്. ബാക്ടീരിയോഫേജിൻ്റെ മോഡ് ഓഫ് അറ്റാക്ക്, മറ്റൊരു സെല്ലിനെ എങ്ങനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് അറിഞ്ഞാൽ മാത്രമേ ബ്ലെൻഡേഴ്സ് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ആൽഫ്രഡ് ഹഷി മാർത്ത ചേസ് 1952 ചെയ്തിട്ടുള്ള ഈ എക്സ്പെരിമെൻറ്റ് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ കിട്ടുകയുള്ളൂ. നമുക്ക് ബ്ലെൻഡേഴ്സ് എക്സ്പെരിമെൻറ്റിലേക്ക് ഒന്ന് പോവാം. ആൽഫ്രഡ് ഹഷി മാർത്ത ചേസും 1952 നടത്തിയിട്ടുള്ള എക്സ്പെരിമെൻ്റാണ് ബ്ലെൻഡേഴ്സ് എക്സ്പെരിമെൻറ്റ്. ഈ എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് DNA ആണ് പെർഫെക്റ്റ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്പെരിമെൻറ്റ് ഓരോരോ സ്റ്റെപ്പിലേക്ക് പോവാം. ഫോർ ദിസ് എക്സ്പെരിമെൻറ്റ് ദേ സെലക്റ്റഡ് ബാക്ടീരിയോഫേജസ്. T2 ഫേജസിനെയായിരുന്നു ഇവർ സെലക്ട് ചെയ്തിരുന്നത്. ദേ ഗ്രൂ ദിസ് ബാക്ടീരിയോഫേജസ് ഇൻ 2 ഡിഫറെൻറ്റ് മീഡിയം. 2 സെപ്പറേറ്റ് മീഡിയത്തിൽ ഈ ബാക്ടീരിയോഫേജുകളെ വളർത്തി. നമുക്ക് നോക്കാം ഏതാണ് ആ 2 സെപ്പറേറ്റ് മീഡിയം. സപ്പോസ് ദിസ് ബി മീഡിയം നമ്പർ 1 ആൻഡ് ദിസ് ബി മീഡിയം നമ്പർ 2. ആ ബാക്ടീരിയോഫേജസിനെ വളർത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മീഡിയം നമ്പർ 1 ഇതും മീഡിയം നമ്പർ 2 ഇതുമാണെന്ന് വിചാരിക്കാം. മീഡിയം നമ്പർ 1-ൽ ദേ പ്രൊവൈഡഡ് റേഡിയോ ആക്റ്റീവ് സൾഫർ. മീഡിയം 1-ൽ അവർ റേഡിയോ ആക്റ്റീവ് സൾഫർ പ്രൊവൈഡ് ചെയ്തു. അതേപോലെ തന്നെ മീഡിയം നമ്പർ 2-ൽ ദേ പ്രൊവൈഡ് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ്. ഇങ്ങനെ റേഡിയോ ആക്റ്റീവ് സൾഫർ ഉള്ളതും റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ളതുമായ മീഡിയത്തിലേക്ക് ഇവർ ബാക്ടീരിയോഫേജസിനെ ഇൻസേർട്ട് ചെയ്തു. കുറച്ച് ബാക്ടീരിയോഫേജസിനെ റേഡിയോ ആക്റ്റീവ് സൾഫറുള്ള മീഡിയത്തിലേക്കും കുറച്ച് ബാക്ടീരിയോഫേജസ് ആർ വൈറസ്. ഓക്കെ, ബാക്ടീരിയോഫേജസിനെ അവർ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ഉള്ള മീഡിയത്തിലേക്കും എന്ത് ചെയ്തു, അതിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇതായിക്കോട്ടെ ഒരു ബാക്ടീരിയോഫേജ്. നമ്മൾ ഓൾറെഡി ഇവിടെ സ്ട്രക്ചർ നേരത്തെ പറഞ്ഞായിരുന്നു. ഇത് അവരുടെ ജനറ്റിക് മെറ്റീരിയലാണ്, DNA ആണ്. DNAക്ക് ചുറ്റുമുള്ളത് അവരുടെ പ്രോട്ടീൻ കോട്ടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെയും സ്ട്രക്ചർ, ഇതും ഇതിൻ്റെ DNA ആണ്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ കോട്ട് എന്ന് പറയുന്നത് ഒരു പ്രോട്ടീൻ കോട്ടാണ്. സോ ദ സ്ട്രക്ചർ ഓഫ് വൈറസ് ഈസ് ജനറലി ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പ്രോട്ടീൻ കോട്ട് ആൻഡ് എ ജനറ്റിക് മെറ്റീരിയൽ ഇൻസൈഡ്. ഹിയർ ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് DNA. അങ്ങനെ ഈ റേഡിയോ ആക്റ്റീവ് സൾഫർ ഉള്ള മീഡിയത്തിൽ വളരുന്ന ഈ ബാക്ടീരിയോഫേജിനെ സൾഫറിനെ എടുക്കാനുള്ള ഒരേ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഈ സൾഫറാണ്. ഈ സൾഫർ ഈ റേഡിയോ ആക്റ്റീവ് സൾഫറാണ്. The only source of this bacteriophage for its sulfur is this radioactive sulfur. Radioactive sulfur മാത്രം. ഇതിൻ്റെ പ്രോട്ടീനിൻ്റെ പ്രധാനപ്പെട്ട ഒരു കോമ്പണൻ്റ് ആണ് സൾഫർ.
പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ വേണ്ടി സൾഫർ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള സൾഫറിനെ എടുക്കാനുള്ള ഒരേ ഒരു സോഴ്സ് ഈ മീഡിയത്തിൽ ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയയ്ക്ക് ഈ ഒരു റേഡിയോ ആക്റ്റീവ് സൾഫർ മാത്രമാണ്. അതേപോലെ തന്നെ നമുക്ക് ഡി എൻ എയുടെ സ്ട്രക്ചർ ഓൾറെഡി പറഞ്ഞാൽ ഡി എൻ എയിൽ നമുക്കുള്ള ഒരു കോമ്പണന്റ് ആയിരുന്നു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ്. അതിലൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ബാക്ടീരിയയ്ക്ക് പുതിയൊരു ഡി എൻ എ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാക്ടീരിയ ഫേജിന് ഈ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ ഓൺലി സോഴ്സ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ആണ്. ഇതിന്റെ പ്രോട്ടീൻ നിർമ്മാണത്തിന് വേണ്ടി ഈ റേഡിയോ ആക്റ്റീവ് സൾഫർ ഈ ബാക്ടീരിയ ഫേജ് എടുക്കുകയും ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ഫേജ് ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽസിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എടുക്കുകയും ചെയ്യും. ആസ് എ റിസൾട്ട് ദ പ്രോട്ടീൻ കോട്ട് ഓഫ് ദിസ് ബാക്ടീരിയ ഫേജ് ബിക്കം റേഡിയോ ആക്റ്റീവ്. കാരണം ഇതിനെടുക്കുന്ന സൾഫർ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആണ്. ഈ സൾഫർ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രോട്ടീൻ കോട്ട് എന്തായി മാറും? റേഡിയോ ആക്റ്റീവ് ആയി മാറും. അതേസമയത്ത് ഇതിന്റെ ജനറ്റിക് മെറ്റീരിയൽ ഒരു കോമ്പോണന്റ് ആണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ദ ഓൺലി source of phosphate for this bacteriophage is this radioactive phosphorus. As a result, this genetic material becomes radioactive. അപ്പോൾ ഈ ബാക്ടീരിയോഫേജിന്റെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് ആവുകയും ഈ ബാക്ടീരിയോഫേജിന്റെ ജനറ്റിക് മെറ്റീരിയൽ റേഡിയോ ആക്റ്റീവ് ആവുകയും ചെയ്യുന്നു. വിറ്റമിൻസിന്റെ വേരിയസ് സ്റ്റെപ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു ബാക്ടീരിയോഫേജിനെ ഇവിടെ വരയ്ക്കുന്നു. ഈ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ ഗ്രോ ചെയ്തിട്ടുള്ള ബാക്ടീരിയോഫേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രോട്ടീൻ കോട്ട് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. This bacteriophage is allowed to invade a bacteria. ഈ പറഞ്ഞ ബാക്ടീരിയോഫേജ് ആകുന്ന വൈറസിനെ ഒരു ബാക്ടീരിയയുടെ സെല്ലിലേക്ക് ഇൻവേഡ് ചെയ്യിപ്പിക്കുന്നു. പറഞ്ഞാൽ ഇത് എഫക്റ്റ് ചെയ്യാൻ പോവുകയാണ്, ഇൻഫെക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ വൈറസ് ഈ സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യാൻ പോകുന്നു. ഇൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ സെല്ലിന്റെ മുകളിൽ വന്ന് ഇരുന്ന് ഇതിന്റെ ഉള്ളിലുള്ള ജനറ്റിക് മെറ്റീരിയലിനെ ഈ സെല്ലിനുള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആസ് എ റിസൾട്ട് the genetic material of the bacteriophage reaches inside this bacteria cell. ഈ ബാക്ടീരിയ സെല്ലിന്റെ ഉള്ളിലെത്തുന്നു. ഇത് വളരെ പവർഫുൾ ആണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു കാറിൽ ഒരു ഡ്രൈവർ കയറിയ പോലെയാണ്. കാരണം ആ ഡ്രൈവറാണ് ആ കാറിനെ എങ്ങോട്ട് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാനുള്ള അധികാരമുള്ള ആൾ. അതേപോലെ ഈ ബാക്ടീരിയോഫേജിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡ്രൈവർ പോലെയും ഈ ബാക്ടീരിയയുടെ ബോഡി എന്ന് പറയുന്നത് കാർ പോലെയുമാണ്. അതിന്റെ മൊത്തം കൺട്രോൾ ഉള്ളത് ഇതിലാണ്. ആഫ്റ്റർ ഇൻവേഡിങ് ദിസ് സെൽ, ഈ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട്സ് റെപ്ലിക്കേറ്റിംഗ്. അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റൊരു ബാക്ടീരിയോഫേജ് ഉണ്ടായിരുന്നു. നമ്മൾ ഏത് മീഡിയത്തിൽ വളർത്തിയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് എന്ന് പറഞ്ഞ ആ മീഡിയത്തിൽ വളർത്തിയിട്ടുള്ള ബാക്ടീരിയോഫേജിന്റെ പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ റേഡിയോ ആക്റ്റീവ് ആയിരുന്നു, പക്ഷെ അതിന്റെ പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് അല്ല. ഇതേ പ്രോസസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. ദിസ് ബാക്ടീരിയോഫേജ് വാസ് അലൗഡ് ടു ഇൻവേഡ് ഓൺ അനദർ ബാക്ടീരിയൽ സെൽ. ഇത് മറ്റൊരു ബാക്ടീരിയൽ സെല്ലിലേക്ക് ഇൻവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻഫെക്ഷൻ പ്രൊസീഡ് ചെയ്തു. സെയിം മോഡ് ഓഫ് ആക്ഷൻ ആണ് ഈ ബാക്ടീരിയോഫേജസിന് ഉണ്ടാവുക. ഈ ബാക്ടീരിയോഫേജ് ഓൾസോ ട്രാൻസ്ഫേഴ്സ് ഇറ്റ്സ് ജനറ്റിക് മെറ്റീരിയൽ ഇൻ ടു ദ സെൽ. ഈ സെല്ലിനുള്ളിലേക്ക് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ ഈ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആണ്. അതും റെപ്ലിക്കേറ്റ് ചെയ്യും. ഇൻഫെക്ഷൻ പ്രൊസീഡ്സ്. പിന്നെ ഈ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തപ്പോൾ കണ്ടത് ഈ ഈക്കോളൈ ബാക്ടീരിയ റേഡിയോ ആക്റ്റീവ് അല്ലായിരുന്നു. അതേ സമയത്ത് ഈ സെക്ഷനുള്ള ബാക്ടീരിയ റേഡിയോ ആക്റ്റീവ് ആയിരുന്നു. ഈ ബാക്ടീരിയ റേഡിയോ ആക്റ്റീവ് അല്ലാതിരിക്കാൻ കാരണം ഈ ബാക്ടീരിയോഫേജിന്റെ പ്രോട്ടീൻ കോട്ട് മാത്രമായിരുന്നു റേഡിയോ ആക്റ്റീവ്. കാരണം സൾഫർ ലേബൽ ചെയ്തുള്ള പ്രോട്ടീൻ കോട്ടായിരുന്നു. പക്ഷേ ഈ ബാക്ടീരിയ റേഡിയോ ആക്റ്റീവ് ആവാൻ കാരണം ഈ ബാക്ടീരിയോഫേജിന്റെ ജനറ്റിക് മെറ്റീരിയൽ റേഡിയോ ആക്റ്റീവ് ആയിരുന്നു. ആ ജനറ്റിക് മെറ്റീരിയലാണ് ഈ സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ഫ്രം ദിസ് എക്സ്പെരിമെന്റ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ജനറ്റിക് മെറ്റീരിയൽ ഈസ് ആക്ച്വലി DNA, ഇറ്റ്സ് നോട്ട് പ്രോട്ടീൻ. ഇതിൽ നിന്നാണ് ശരിക്കും അവർ കൺക്ലൂഡ് ചെയ്തിട്ടുള്ളത്.